അതിന്റെ 23-ാമത്തെ അധ്യായം പുറപ്പാട് 23-ന്റെ 20 എടുത്തരാൻ കാര്യം. പുറപ്പാട് 23-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് ഞാനൊരു ദൂതനെ നിന്റെ മുൻപിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം. അവനോട് വിടുവിക്കരുത്. അവൻ നിങ്ങളെ അതിക്രമങ്ങളെ ക്ഷമിക്കുകയില്ല. എന്റെ നാമം അവനിലുണ്ട്. എന്നാൽ നീ അവന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. എന്റെ ദൂതൻ നിനക്ക് മുമ്പായി നടന്ന് നിന്നെ അമോര്യർ, ഹിത്യർ, പെരിസ്യർ, കാനാന്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക് കൊണ്ടുപോകും. അവരെ ഞാൻ നിർമൂലമാക്കും. അവരുടെ ദേവന്മാരെ നമസ്കരിക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ കൂടെ നടക്കുന്നത് ഒരു ഫോട്ടോയിൽ ഇരിക്കുന്ന ദൈവമല്ല, ഒരു വിഗ്രഹത്തിൽ ഇരിക്കുന്ന ദൈവമല്ല. 24 മണിക്കൂർ നമ്മുടെ കൂടെ നടക്കുന്നത്. ഇതാ ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ നിന്റെ കൂടെ നടക്കാൻ നിനക്ക് മുമ്പ് ദൂതനായിട്ട് എനിക്ക് പകരമായതാ ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ പറയുന്നത്. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. കരയിലോട് പറയാൻ നിങ്ങൾക്ക് മുമ്പ് ഒരു ദൂതൻ എപ്പോഴും നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുമ്പായി നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെ എവിടെ പോകേണ്ട വഴിയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കാൻ നിങ്ങളുടെ മുമ്പായി ഒരു ദൂതൻ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്ക് എത്ര പേർ കാണുന്നുണ്ട്? നിങ്ങൾ മനസ്സിൽ തിരിച്ചറിയുന്നുണ്ടോ? ഇന്ന് മക്കൾക്ക് ഇത്രയും മുമ്പായി മോശയ്ക്ക് മുമ്പായി ദൈവം എന്ത് ചെയ്തു? ഒരു ദൂതൻ അയച്ചിട്ടുണ്ട്. അവർ എവിടേക്ക് പോകുന്നത്? അവർക്ക് മുമ്പായി ആരാണ് പോകുന്നത്? സ്വർഗത്തിലെ ദൂതനാണ് മുമ്പായി പോകുന്നത്. ഹല്ലേലൂയ. ഇതേപോലെ ഞാൻ പറയും, ഞാനും നിങ്ങൾ പലയിടത്തും യാത്ര ചെയ്യുന്നു, പോയിട്ട് അവിടെ പോയിട്ട് തിരിച്ച് സുഖഭദ്രമായി വീട്ടിൽ എത്തുന്നു. പക്ഷേ ഇന്ന് മക്കൾക്കാരെ ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ ദൈവം ഇവിടെ ഇറങ്ങി വന്ന് ഇവിടെ അത്ഭുതങ്ങൾ ചെയ്യുന്നു. ദൈവത്തെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുന്നു. ഇപ്പോൾ സ്വർഗ്ഗം ഇവിടെ ഇറങ്ങി നിൽപ്പാണ്. ഇന്ന് മക്കൾക്കാരെ ഞാൻ പറയാം, ഈ ദൈവത്തിന്റെ ദൂതൻ നിങ്ങൾക്ക് മുമ്പായി നടക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ദൂതൻ നിങ്ങൾക്ക് മുമ്പായി നടക്കുകയാണ്. ഒരു ദൂതൻ നിങ്ങൾക്ക് മുമ്പായി നടക്കുകയാണ്. ഒരു ദൂതൻ നിങ്ങൾക്ക് മുമ്പായി നടക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് മുമ്പായി ദൂതൻ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മുമ്പായി ദൂതൻ നടക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് മുമ്പായി ദൂതൻ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒന്നും നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഞാൻ ഒറ്റയ്ക്കല്ല. എനിക്ക് മുമ്പായി ഒരു ദൂതൻ നടക്കുന്നു. ഇവിടെ പറയുന്നേട്ടോ, നിനക്ക് മുമ്പായി ഒരു ദൂതൻ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. നീ അവരോട് എന്ത് ചെയ്യണം? വിഘടിക്കരുത്. ഹല്ലേലൂയ. അതിനെ പറഞ്ഞോ, നീ എന്ത് ചെയ്യണം? അവൻ പറയും പോലെ കേട്ട് എന്ത് ചെയ്യണം? നടക്കണം. ഹല്ലേലൂയ. അവൻ പറയും പോലെ കേട്ട് നീ നടക്കണം. ഇവിടെ പറയാണ്, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടത് ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. ഹല്ലേലൂയ. നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം. അവനോട് വിഘടിക്കരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ നിനക്ക് മുമ്പായി ഒരു ദൂതനെ അയക്കുകയാണ്. ആ ദൂതൻ പറയും പോലെ കേട്ട് എന്ത് ചെയ്യണം? നീ അവന്റെ പിന്നാലെ പോകണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ഞാൻ പറയാം, 24 മണിക്കൂർ നമ്മുടെ മുമ്പാകെ നടക്കുന്ന ഒരു ദൂതൻ എപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ മറക്കരുത്. ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ മുമ്പിൽ ഒരു ദൂതൻ പോകുന്നു, പിന്നിൽ ഒരു ദൂതൻ വരുന്നു. ഹല്ലേലൂയ. മുമ്പിൽ ദൂതന്മാരെ നടത്തി അയച്ച് കാവൽ ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മൾ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്കല്ല ശ്രദ്ധിച്ച് കേൾക്കണമേ, നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ കൂടെ ആരുണ്ട്? സ്വർഗത്തിലെ ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൂതന്മാരുണ്ട്. മുമ്പിൽ പുറകിൽ കാവലായി സ്വർഗത്തിലെ ദൂതന്മാർ
ഇവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, സ്വർഗ്ഗത്തിലെ ദൂതന്മാർ ഇന്ന് പകൽക്കാരുടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. അടുത്ത് പറയുകയാണ്, നിങ്ങൾ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യണം? ദൂതൻ പറയുന്ന പോലെ കേൾക്കണം. ഹല്ലേലൂയ. ദൂതൻ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ നടക്കരുത്. ദൂതൻ പറയും പോലെ, ദൂതൻ പറയുന്ന വാക്ക് കേട്ടനുസരിച്ച് എന്ത് ചെയ്യണം? നിങ്ങൾ നടക്കണം. ഹല്ലേലൂയ. അടുത്ത് പറയണം, ഹല്ലേലൂയ, അവനോട് വിഘടിക്കരുത്, അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾ ദൂതനോട് മാത്രം കളിക്കാൻ പോകരുത്. ഹല്ലേലൂയ. നിങ്ങൾ ദൂതൻ പറയും പോലെ കേട്ട് നടക്കണം. പറയും പോലെ കേട്ട് നടന്നില്ലെങ്കിൽ ദൂതൻ നിങ്ങളോട് ക്ഷമിക്കത്തില്ല, ദൂതൻ നിങ്ങളെ അടിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കലെ ഞാൻ പറയാം, നമ്മുടെ മുമ്പായി ദൈവം നടക്കുന്നു. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൂതൻ നടക്കുന്നു. ദൈവം നമ്മൾ പറയും പോലെ കേട്ട് നടന്നാൽ അവൻ നമ്മോട് കൂടെ നിൽക്കും. ഹല്ലേലൂയ. നമ്മുടെ കൂടെ നടക്കുന്ന ദൂതന്മാർ പറയും പോലെ കേട്ട് നടന്നാൽ ആ ദൂതന്മാർ നമ്മുടെ കൂടെ നിൽക്കും. ഹല്ലേലൂയ. ദൂതൻ പറയാൻ നമ്മുടെ ഇഷ്ടത്തിൽ നടന്നാൽ അവൻ എന്ത് ചെയ്യും? നമ്മളിൽ നിന്ന് മാറിപ്പോകും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കലെ നിങ്ങൾ ദൂതനോടൊപ്പം നടക്കാൻ തയ്യാറാണോ? എന്റെ ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. അടുത്ത് പറയണേ, ഹല്ലേലൂയ, വിളിക്കരുത്, അവൻ നിങ്ങളുടെ അതിക്രമം ക്ഷമിക്കുകയില്ല, എന്റെ നാമം അവനിൽ ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കലെ ഞാൻ പറയാം, ആ ദൂതന്റെ മേൽ ദൈവത്തിന്റെ നാമമുണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പകരക്കാരനായിട്ടാണ് സ്വർഗ്ഗത്തിലെ ദൂതനെ നമുക്ക് മുമ്പായിട്ട് അയക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയാം, 24 മണിക്കൂറും നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു ദൂതനുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങൾ ഒരു വിഷമത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ വീടിന്റെ അകത്ത് ഒരു ദൈവദാസൻ കയറി വരുന്നത് വിചാരിക്കുക. ആ ദൈവത്തിന് പകരക്കാരനായിട്ട് സ്വർഗ്ഗത്തിലെ ദൂതനെ ദൈവം അയക്കുന്നത് പോലെയാണ് ഒരു ദൈവദാസനെ നിങ്ങളുടെ വീടിന്റെ അകത്ത് അയക്കുന്നത്. ഹല്ലേലൂയ. ഇതേപോലെ 24 മണിക്കൂറും നിങ്ങളുടെ കൂടെ നടക്കാൻ ഒരു ദൂതനെ ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകലൊക്കെ എത്ര പേർ ആ വെളിപ്പാടിലോട്ട് കയറുന്നു? ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേരെ ദൂതനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകലൊക്കെ ദൂതങ്ങളെ കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് പകലൊക്കെ നിങ്ങൾ ആത്മീയ കണ്ണ് തുറന്ന് ഹൃദയ കണ്ണ് പ്രകാശിക്കുന്നു. ഹല്ലേലൂയ. അവരത് പറയുന്ന പോലെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹല്ലേലൂയ. അകമയുള്ള കണ്ണ്, അകത്തെ മനുഷ്യന്റെ കണ്ണ് തുറന്നാൽ സ്വർഗ്ഗത്തിലെ ദൂതനെ കാണാൻ പറ്റും. ഹല്ലേലൂയ. എന്റെ ദൈവത്തെ കാണാൻ പറ്റും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വെളിപ്പാടിനാ, ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, പൗലോസ് പറഞ്ഞ കാര്യം, ഞാൻ വെളിപ്പാടിനാ മൂന്നാം സ്വർഗ്ഗത്തോടെ വെളിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ഒരു വെളിപ്പാടിന്റെ മണ്ഡലം നിങ്ങളുടെ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. വെളിപ്പാടുള്ളവർക്ക് കണ്ടോ, ഇന്ന് പകൽക്കാലം നിന്റെ അത് ദൂതന്മാർ ഇറങ്ങിപ്പോട്ടെ. ഹല്ലേലൂയ. ഈ കാലം മുഴുവൻ സ്വർഗ്ഗത്തിലെ ദൂതന്മാരുടെ ഇറങ്ങിപ്പോട്ടെ. ഹല്ലേലൂയ. ഈ കാലം മുഴുവൻ സ്വർഗ്ഗത്തിലെ ദൂതന്മാരുടെ ഇറങ്ങിപ്പോട്ടെ. ഞാൻ പറയുന്നത്, എലിശ നേരം എടുത്ത് എഴുതി നോക്കുമ്പോൾ, ഹല്ലേലൂയ, ആദ്യം എഴുതി നോക്കുന്നത് ഗേഹസിയാണ്. ശിഷ്യനെ ഗേഹസി ഉറക്കവിടിന് പുറത്ത് വാതിൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാ, എലീശയെ പിടിക്കാൻ വേണ്ടി ആരാസൈന്യം മുഴുവനും അവരുടെ വീട് ചുറ്റും വളയം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഗേഹസി കാണുന്ന കാഴ്ച എന്താണ്? അവരെ പിടിച്ചുകൊണ്ടു പോവാൻ ആരാസൈന്യം എന്ത് ചെയ്തിരിക്കുകയാണ്? വീട് വളഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ഗേഹസി കണ്ട് നിലവിളിച്ചുകൊണ്ട് അകത്തോടി, അല്ലയോ യജമാനനെ, നമ്മളെ പിടിച്ചുകൊണ്ടുപോകാൻ ആരാസൈന്യം വന്നിരിക്കുന്നു, അവരിപ്പോൾ നമ്മളെ കൊല്ലുമെന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ എലിശ പറഞ്ഞു, എടാ മണ്ട, നീ എന്തിനു നിലവിളിക്കണം? അവരോട് കൂടെ ഉള്ളവരെക്കാൾ നമ്മുടെ കൂടെ ഉള്ളവർ അധികമല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർ 500 സൈന്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർ 10,000-ആണ്. ഹല്ലേലൂയ. എലിശ വിളിച്ചു പറഞ്ഞു, നീ കാണുന്നില്ലേ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞാനൊന്നും കാണുന്നില്ല. അപ്പോൾ എലിശ പ്രാർത്ഥിക്കണം, ദൈവമേ, നീ അവനെ കണ്ണിനെ തുറക്കണമേ. ഹല്ലേലൂയ. ദൈവം എലിശയുടെ കണ്ണിനെ തുറന്നു വിടുന്നപ്പോൾ എലിശ കാണുന്ന കാഴ്ച ഇത് ആരാധനയെ കുറച്ചു പേരെ ഉള്ളൂ. ഹല്ലേലൂയ. പക്ഷെ അവിടെ പിന്നിലുള്ള വീടിന് ചുറ്റുമായി ആ ദേശം മുഴുവൻ മന നിറച്ച് സ്വർഗ്ഗത്തിലെ ദൂതന്മാർ അഗ്നിമയമായ രഥങ്ങൾ വന്നിറങ്ങി നിൽക്കുന്നു. ഹല്ലേലൂയ. അഗ്നി രഥങ്ങൾ എന്ത് ചെയ്യുന്നു? വന്നിറങ്ങി നിൽക്കുന്ന കാഴ്ച. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. പക്ഷെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ദൂതന്മാരെ പലപ്പോഴും കാണാറില്ല. ഹല്ലേലൂയ. നമ്മളെ പ്രശ്നങ്ങളെയാണ് നമ്മൾ കാണുന്നത്, നമ്മുടെ ദൈവത്തെ നമ്മൾ കാണാറുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ എപ്പോഴും കാണുന്ന പ്രശ്നങ്ങൾ, കടഭാരം, ബുദ്ധിമുട്ട്, ഞെരുക്കങ്ങൾ, രോഗങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ ഞാൻ പറയാം, അതിനേക്കാളും വലുതായി ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്വർഗ്ഗത്തിലെ ദൂതന്മാർ നമ്മുടെ കൂടെയുണ്ട്. ഇന്ന്
പകൽക്കര വെളിപ്പാടുള്ളവർ കാണുക. ഇന്ന് പകൽക്കര നിങ്ങളുടെ ഹൃദയ കണ്ണുകളെ ദൈവം തുറക്കട്ടെ. ഏകാസിയുടെ കണ്ണിനെ തുറന്നതുപോലെ ഇന്ന് പകൽക്കര നിങ്ങളുടെ കണ്ണിനെ ദൈവം തുറക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കര ഞാൻ പറയാം, എത്ര പ്രശ്നം ഉണ്ടെങ്കിലും എത്ര പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും ശരി തന്നെ നമുക്ക് നിൽക്കാൻ പറ്റുന്നത് ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കര ഞാൻ പറയാം, പ്രശ്നത്തെ നീ കാണരുത്, പ്രതികൂലത്തെ നീ കാണരുത്, നിന്റെ കൂടെ നിൽക്കുന്ന ദൈവത്തെ നീ കാണുക. ഹല്ലേലൂയ. ദൂതന്മാർ നീ കാണാൻ തുടങ്ങിക്കേ. ഇന്ന് പകൽക്കല ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നീ കാണാൻ തുടങ്ങുക. ഹല്ലേലൂയ. പലപ്പോഴും ദൈവത്തെ കാണാതെ ആ വെളിപ്പാടോട്ട് കേറാതെ ദൂതരെ കാണാൻ കഴിയാതെ നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങളെ മാത്രമേ കാണുന്നത് കൊണ്ടാണ് പലപ്പോഴും തകർന്നു പോകുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയാം, പ്രശ്നത്തെക്കാൾ വലിയവൻ ഒരുവനുടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ലോകത്തെക്കാൾ വലിയവൻ ഒരുവൻ പകൽക്കല ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വലിയവൻ പകൽക്കല ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ദൈവം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ഹല്ലേലൂയ. പ്രശ്നത്തെ നിങ്ങൾ വലുതായിട്ട് കാണരുത്. പ്രശ്നത്തെ വലുതായി കാണരുത്. പ്രശ്നത്തെ വലുതായി കാണരുത്. കാര്യം നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടതയുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുന്നു. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ കഷ്ടതയുണ്ട് ശരി തന്നെ, പക്ഷേ എങ്കിലും ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾ ജയിക്കണം. ഈ ലോകത്തെ നിങ്ങൾ ജയിക്കണം. ഈ കഷ്ടത നിങ്ങൾ ജയിക്കണം. ഈ പ്രശ്നങ്ങൾ നിങ്ങൾ ജയിക്കണം. ഹല്ലേലൂയ. ഒന്നിനും മൈൻഡ് ചെയ്യരുത്. ഹല്ലേലൂയ. കാരണം ഒന്നേ ഉള്ളൂ, നിങ്ങൾ ദൈവത്തിന്റെ മുഖം നോക്കി മുന്നോട്ട് നടന്നാൽ ഈ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. നിങ്ങളെ തകർക്കാൻ നോക്കുന്നവർ എന്ത് ചെയ്യും? തകർന്നു പോകും. ഹല്ലേലൂയ. നിങ്ങളെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ തകർക്കാൻ നോക്കുന്നോ അവരെല്ലാം തകർന്നു പോകും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. ഇത് മക്കളെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഹല്ലേലൂയ. നിങ്ങളോട് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യണം? അവന്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. എന്നാൽ നീ അവന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെ ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇത് നടക്കാത്തതിന് കാരണം നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ വാക്ക് കേൾക്കാത്തതാണ്. ഹല്ലേലൂയ. ദൂതൻ പറയുന്നത് കേട്ട് നടക്കാത്തതാണ്. ഹല്ലേലൂയ. 24 മണിക്കൂർ ഞാൻ പറയാം, നിങ്ങൾ ദൂതൻ പറയുന്നത് കേട്ട് നിങ്ങൾ നടക്കരുത്. ഹല്ലേലൂയ. 24 മണിക്കൂർ ദൂതൻ സംസാരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾ തുടങ്ങിയോ? ഹല്ലേലൂയ. എനിക്ക് ദൈവത്തെ കാണണം. എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? എനിക്ക് സ്വർഗ്ഗത്തിലെ ദൂതരെ കാണണം. ഹല്ലേലൂയ. എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? പഴയ നിയമ ഭക്തന്മാർ ഹല്ലേലൂയ ദൈവത്തെ കണ്ട് അവരെ കൂടെ നടന്നെങ്കിൽ പുതിയ നിയമത്തിൽ യേശുവിന്റെ രക്തത്താൽ കഴുക പ്രാപിച്ച അവന്റെ മക്കളായ നമ്മളെ എത്രമാത്രം ദൈവത്തോട് നടക്കണം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഇത്രയും മക്കൾ ദൈവത്തിന്റെ മക്കൾ ജനമായിരുന്നു. പക്ഷേ ഈ പുതിയ നിയമത്തിൽ ഞാൻ നിങ്ങൾ ജനമല്ല, മക്കളാണ്. അങ്ങനെയെങ്കിൽ ഈ അപ്പൻ ഈ മക്കളോട് എത്ര അധികമായി കൂടെ നടക്കും. ഹല്ലേലൂയ. ഇന്ന് മക്കളെ വിശ്വസിക്കാൻ തയ്യാറാണോ? പഴയ നിയമ ഭക്തന്മാർ ദൈവത്തോട് കൂടെ നടന്നു. ഹല്ലേലൂയ. നോഹയെ കുറിച്ച് പറയുന്നത്, നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഹല്ലേലൂയ. ഇന്ന് മക്കളെ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നോഹ ദൈവത്തോട് കൂടെ നടന്നു. അറിയാമോ വേദഭാഗം? ആ വേദഭാഗം വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം കാണാൻ കഴിയാം. അവിടെ നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാമത്തെ വചനം എടുക്കാമോ? ഉൽപ്പത്തി പുസ്തകം 6:9. ഉൽപ്പത്തി 6:9. ഉൽപ്പത്തി 6:9. ഉൽപ്പത്തി പുസ്തകം 6:9. നോഗയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഗ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഗ ദൈവത്തോടു കൂടെ നടന്നു. ഇവിടെ പറയുന്നു നോഗ എങ്ങനെയുള്ളവനായിരുന്നു? നോഗ തന്റെ തലമുറയിൽ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു. ഹല്ലേലൂയ. നോഗ ദൈവത്തോട് കൂടെ നടന്നു. ഹല്ലേലൂയ. നോഗ എങ്ങനെയായിരുന്നു? തന്റെ തലമുറയിൽ എങ്ങനെയുള്ളവനായിരുന്നു? നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു. നീതിമാനായി നിഷ്കളങ്കനായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തോട് കൂടെ നടക്കാൻ പറ്റത്തുള്ളൂ.
മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കണോ? നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയായിരിക്കണം? നിങ്ങൾ നീതിമാനായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ആ ദൈവത്തിന് ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കണം. ഇവിടെ പറയുന്നത് കേട്ടോ, നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവത്തോട് കൂടെ നടക്കണോ? നിങ്ങൾ ഒന്നാമത് നീതിമാനായിരിക്കണം. ഹല്ലേലൂയ. രണ്ടാമത് നിഷ്കളങ്കനായി നടക്കണം. ഹല്ലേലൂയ. എങ്കിൽ എന്ത് ചെയ്യും? ദൈവത്തോടൊപ്പം നടക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇത് മക്കളൊക്കെ തിരിച്ചെടുക്കണം. നോഹ ആരോട് കൂടെ നടന്നു? ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടന്നു. പഴയ നിയമ ഭക്തന്മാർ ദൈവത്തോട് കൂടെ നടന്നെങ്കിൽ ഈ പുതിയ നിയമ ഭക്ത മക്കളായ പഴയ ഭക്തന്മാരായിരുന്നു, ജനമായിരുന്നു. പുതിയ നിയമത്തിൽ നമ്മുടെ ഭക്തന്മാരും ജനമല്ല, നമ്മൾ ദൈവത്തിന്റെ സ്വന്തം മക്കളാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ അപ്പനോട് നമുക്ക് എത്രമാത്രം സന്തോഷത്തോടെ നടക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു അപ്പൻ വേറെ, ഒരു യജമാനൻ വേറെ. ഹല്ലേലൂയ. ഒരു അപ്പന്റെ അടുത്ത് മക്കൾക്ക് ഫുൾ സ്വാതന്ത്ര്യത്തോടെ എന്ത് ചെയ്യാൻ പറ്റും? 24 മണിക്കൂർ നടക്കാൻ പറ്റും. ഹല്ലേലൂയ. ഒരു യജമാനന്റെ കൂടെ നടക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പുതിയ നിയമത്തിൽ നമ്മൾ മക്കളായതുകൊണ്ട് എപ്പോഴും യേശുവിന്റെ കൂടെ നടക്കാൻ പറ്റും. ഹല്ലേലൂയ. പഴയ നിയമ ഭക്തന്മാർ ദൈവത്തോട് കൂടെ നടന്നെങ്കിൽ, നോഹ ദൈവത്തോട് കൂടെ നടന്നെങ്കിൽ, മോശ ദൈവത്തോട് കൂടെ നടന്നെങ്കിൽ, ദാവീദ് ദൈവത്തോട് കൂടെ നടന്നെങ്കിൽ, ശമൂവേൽ ദൈവത്തോട് കൂടെ നടന്നെങ്കിൽ, ഏലിയാവ് ദൈവത്തോട് കൂടെ നടന്നെങ്കിൽ, എലിശ ദൈവത്തോട് കൂടെ നടന്നെങ്കിൽ, ഈ പുതിയ നിയമ ഭക്തന്മാരെ നമുക്ക്, പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ മക്കളെ നമുക്ക് എന്തുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല? പൗലോസ് ലേഖനം പറയുന്നൊരു കാര്യമാണ്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. പക്ഷെ അവൻ പറഞ്ഞപ്പോൾ 3.5 വർഷം എന്ത് ചെയ്തില്ല? മഴ പെയ്തില്ല. ഹല്ലേലൂയ. യോശുവ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. അവൻ പറഞ്ഞപ്പോൾ സൂര്യന് ചന്ദ്രൻ അവിടെ നിന്നു. അവൻ എന്ത് ചെയ്തില്ല? ചലിച്ചില്ല. ഹല്ലേലൂയ. എന്റെ മക്കൾക്കെല്ലാം ഞാൻ പറയാം, ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. ഹല്ലേലൂയ. ഞാൻ പറയാം, നമുക്ക് സമസ്വഭാവമുള്ള യോശുവ യോർദാൻ നദി കാലെടുത്ത് വച്ചപ്പോൾ തന്നെ യോർദാൻ നദി അവിടെ നിന്നു. ഹല്ലേലൂയ. നമുക്ക് സമസ്വഭാവമുള്ള മോശ ചെങ്കടലിൽ തന്റെ കയ്യിൽ വടിയെടുത്ത് നീട്ടിയപ്പോൾ ചെങ്കടൽ 2 വിഭാഗിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇതാ നമുക്ക് സമസ്വഭാവമുള്ള ഏലിയ പുറപ്പെടുത്ത യോർദാനിൽ അടിച്ചപ്പോൾ യോർദാൻ 2 പിരിഞ്ഞു പോയി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ആർപ്പിട്ടപ്പോൾ അവിടെ മുമ്പിൽ എരിഹോ കോട്ട ഇടിഞ്ഞു. എന്തുകൊണ്ട് നമ്മളുടെ കയ്യിൽ നടക്കുന്നില്ല? ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ പറയാം, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നമ്മളുടെ കയ്യാൽ ഒന്നും നടക്കാത്തത്. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്ക് ഞാൻ പറയാം, ഇതിനേക്കാൾ അത്ഭുതമായി ദൈവത്തിന് നിങ്ങളോട് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. പഴയ നിയമ ഭക്തന്മാരെ കുറിച്ച് പറയുന്നത്, അവർ നിങ്ങളെക്കാൾ നമ്മളെക്കാൾ അധികമായിട്ട് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. അതാണ് നേരത്തെ പറഞ്ഞ അബ്രഹാമിന് 99 വയസ്സായിട്ടും വാർദ്ധക്യമായി ക്ഷീണം ഉണ്ടായിട്ടും വിശ്വാസത്തിൽ അവൻ ക്ഷീണിച്ചില്ല. ഹല്ലേലൂയ. ഇന്ന് മകൾക്കാരെ ഞാൻ നിങ്ങൾക്ക് വിശ്വാസത്താൽ നിങ്ങൾക്ക് ക്ഷീണം സംഭവിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മൾ പ്രാപിക്കാൻ കഴിയാത്തത്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കാത്തതിന് കാരണം നമ്മൾ ദൈവത്തിന്റെ വിശ്വാസത്തിൽ പുറകിലോട്ട് പോകുന്നു. ഹല്ലേലൂയ. ഉറച്ച് നമ്മൾ ദൈവത്തിൽ നിൽക്കാത്തത് കാരണമാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പറ്റാത്തതിന് കാരണം. ഹല്ലേലൂയ. നിങ്ങൾ ഉറച്ച് വിശ്വസിച്ച് നിൽക്കാൻ തയ്യാറായ, ഹല്ലേലൂയ, ഞാൻ പറയാം, ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഇത് അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ഞാൻ പറയാം, അബ്രഹാം തന്റെ പിതൃഭവനത്തെ എല്ലാം വിട്ടിട്ട് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. തന്റെ ഭാര്യയുമായിട്ട് എന്ത് ചെയ്യാണ്? ഇറങ്ങി വരികയാണ്. അപ്പൻ, അമ്മയെ, ബന്ധുക്കളെ, സ്വന്തക്കാരെ എല്ലാം വിട്ട് ദൈവം പറഞ്ഞു, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകാം. അതുകൊണ്ട് നീ അപ്പൻ, അമ്മയെ, പിതൃഭവനത്തെ എല്ലാം വിട്ട് എന്ത് ചെയ്യണം? ഇറങ്ങി വരാൻ പറഞ്ഞു. ഹല്ലേലൂയ. മോശ എന്ത് ചെയ്യുന്നു? എല്ലാരെയും വിട്ടേച്ച് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. എല്ലാരെയും വിട്ടേച്ച് ഇറങ്ങി വന്നു. തന്റെ ഭാര്യയും തന്നോടൊപ്പം വന്നു. പിന്നെ തന്റെ സഹോദരന്റെ മകനെ ലോത്തും കൂടെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അങ്ങനെ അവർ യാത്ര തിരിച്ചു കുറെ ദൂരം വന്നപ്പോൾ ലോത്തും അവന് വെട്ടിപ്പോയി. അവസാനം അബ്രഹാമും സാറയെ മാത്രം ശേഷിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അവന് ഇറങ്ങി വന്നിട്ടും അവന് ഒരു നേട്ടവും ഉണ്ടായില്ല. അവന് കുത്തുവാക്കല്ലാതെ, അവന് ഒരു തലമുറ പോലും ഇല്ല.
ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ധാരാളം സമ്പത്ത് ഉണ്ടായിരുന്നു, ശരി തന്നെ. പക്ഷെ ഒരു തലമുറ ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചപ്പോൾ ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്, ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് സന്തതിയെ തരും. ഹല്ലേലൂയ. എന്നിട്ട് കടൽക്കരയോട് നിർത്തിയിട്ട് പറഞ്ഞു, ഈ കടൽക്കരയെ പോലെ ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പക്ഷെ ദൈവം എന്തിനില്ല, കൊടുത്തില്ല. ഹല്ലേലൂയ. അവിടെ പറയുന്നു, ദൈവം വാഗ്ദത്തം ചെയ്തിട്ടും അവർ മക്കളെ ദൈവം കൊടുത്തില്ല. എന്നിട്ട് അവർ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഹല്ലേലൂയ. ദൈവത്തെ മുറുകെ മുമ്പിലോട്ട് പോയി. ഹല്ലേലൂയ. അവൻ എപ്പോഴും ദൈവത്തോട് കൂടെ നടക്കാൻ തുടങ്ങി. ഒരു അനുഗ്രഹം അവന് വെളിപ്പെട്ടില്ലെങ്കിലും അവൻ ദൈവത്തോട് കൂടെ നടന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച്, ദൈവത്തിന്റെ വാക്കിൽ വിശ്വസിച്ച് അവൻ ദൈവത്തിന്റെ പുറകെ ഇറങ്ങിത്തിരിച്ചു. ഹല്ലേലൂയ. ഞാൻ പറയാം, ചില നാളുകൾ കഴിഞ്ഞപ്പോൾ, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഞാൻ പറയാം, ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. ഏകദേശം 40 വർഷമായതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ദൈവം അവൻ തലമുറയെ കൊടുക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഹല്ലേലൂയ. 40 വർഷം ദൈവം പറഞ്ഞ വാക്യം കേട്ട് അവന്റെ പിന്നാലെ നടന്നു. ഹല്ലേലൂയ. ആരെങ്കിലും ഇന്ന് നടക്കോ? നമുക്കറിയുമോ, ഒരു ആരാധനക്ക് വരും, 2 ആരാധന വരും, വന്നിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ ആളിനെ കാണത്തില്ല. ഹല്ലേലൂയ. അബ്രാഹാം നടന്നത് 1-2 വർഷമല്ല, 40 വർഷം ദൈവത്തോട് കൂടെ നടന്നവർ. ഹല്ലേലൂയ. അതിനുശേഷം ദൈവം എന്ത് ചെയ്യുന്നത്, അവരുടെ സന്തതിയെ കൊടുക്കുന്നത്. ഹല്ലേലൂയ. അവിടെ പറയുന്നു, അവൻ വാർദ്ധക്യ സഹിതമായി, ഹല്ലേലൂയ, അവന് പുത്ര ഉത്പാദന ശേഷി നഷ്ടപ്പെട്ടിട്ടും നശിച്ചിട്ടും അവൻ വാർദ്ധക്യത്തിൽ ക്ഷീണിച്ചിട്ടും അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഹല്ലേലൂയ. ഇന്ന് പകരക്കാർ നിങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. ഈ ദൈവത്തിന്റെ ഉറച്ചു നിന്നാൽ, നിങ്ങളുടെ കൂടെ നടക്കുന്ന ദൂതന്മാർ പറയുന്നത് കേട്ട് നടന്നാൽ, ഈ ദൈവം പറയുന്നത് കേട്ട് നടന്നാൽ, ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ നമ്മുടെ അമ്മ ഇരിപ്പട്ടെ. ഹല്ലേലൂയ. ഞാൻ പറയാം, അമ്മ കാല് രണ്ടായിട്ട് പൊട്ടിയിട്ട് 1 മാസം എഴുന്നേറ്റ് നടന്നവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു. ഹല്ലേലൂയ. പക്ഷേ ഇതേപോലെ സ്തംഭിച്ച് 3 മാസമായി കിടക്കുന്നു, 4 മാസമായി കിടക്കുന്നവർക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. പക്ഷേ ഞാൻ പറയാം, നിങ്ങളുടെ വിശ്വാസം വലുതായതുകൊണ്ട് ഈ അമ്മ ഇന്ന് എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്കൂടെ വന്നു. ഹല്ലേലൂയ. ഞങ്ങൾ അവിടെ പോകുമ്പോഴേക്ക് അമ്മ പറയുന്ന കാര്യമാണ്, അല്ലേ ബ്രദർ, എനിക്ക് പ്രാർത്ഥിക്കണം, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എനിക്ക് വേഗം പ്രാർത്ഥനയ്ക്ക് വരാം. ആ അമ്മയുടെ വിശ്വാസം അത്രയ്ക്ക് വലിയതായിരുന്നു. ഹല്ലേലൂയ. അവരുടെ മക്കൾ എഴുന്നേറ്റ് നടക്കണമെന്ന് പറഞ്ഞിട്ടും അവരെന്ത് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പകരക്കാലം ഞാൻ പറയാം, ഇതേപോലെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ തയ്യാറായാൽ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ വന്നാലും നിങ്ങളുടെ വിശ്വാസം ക്ഷീണിച്ചു പോകരുത്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ ഉറച്ചു നിന്നാൽ ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. 99 വയസ്സായപ്പോൾ ദൈവം അബ്രാഹാമിന് വന്ന് പറയുകയാണ്, ഇത് അടുത്ത വർഷം ഈ സമയത്ത് ഞാൻ നിനക്കൊരു മകനെ തരും. ഹല്ലേലൂയ. അകത്തിരുന്ന സാറാമറ്റി ചക്കക്കാന്ന് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. കാരണം എന്താണ്, കുറെ നാളുകൊണ്ട് കേൾക്കുന്നതാണ്, കുറെ നാളുകൊണ്ട് കേൾക്കുന്നതാണ്. ഇനി എനിക്കിതാ ഈ 89 വയസ്സായി, എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ശേഷിയില്ല, എല്ലാം നഷ്ടപ്പെട്ടു. ഇനി എനിക്ക് കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് ഈ അമ്മ ചിരിക്കാൻ തുടങ്ങി, ചിരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ കുറെ വർഷങ്ങൾ കേൾക്കുന്നു, ആകാശ നക്ഷത്രങ്ങളെ പോലെ മക്കളെ തരും, കടൽക്കരയിലെ മകളെ പോലെ മക്കളെ തരും. ഇവർക്ക് ഒന്നിട്ടില്ല. ഇപ്പൊ ശാപാന്യങ്ങൾ പോവുകയാണ്. ഇത് വാർദ്ധക്യത്തിൽ അവസാനമായി. ഇനി ഞങ്ങൾ കുഞ്ഞ് കിട്ടത്തില്ലെന്ന് വിചാരിച്ച് എന്ത് ചെയ്തു, സാറാമതി ചിരിച്ചു. പക്ഷേ ദൈവം പറഞ്ഞു, അവൾ എന്തിനാണ് ചിരിക്കുന്നത്? ഹല്ലേലൂയ. എന്ന് ചോദിച്ചു. അവരവളെ ചിരിച്ചില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവം വീണ്ടും പറഞ്ഞു പോയി, അടുത്ത വർഷം വരുമ്പോൾ ഹല്ലേലൂയ ഇതേപോലെ ഈ സമയത്ത് കുഞ്ഞിനെ അടച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് ദൈവം കയറിപ്പോയി. അബ്രാഹാം എന്ത് ചെയ്തു, ദൈവത്തിൽ വിശ്വസിച്ചു. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് ദൈവം അവന് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. മകൾക്കാരൻ ദൈവം എന്ത് ചെയ്തു, അവന് നീതിയായി കണക്കിട്ടു. നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കുന്നത് ദൈവം നീതിയായി കണക്കിടാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഒരു പ്രാർത്ഥനയോ ഒരു മുടങ്ങാതെ ഓടി നടക്കുന്നത് ദൈവത്തെ ആരാധന. ഞാൻ പറയാം, നിങ്ങൾ ഓടി വന്നത് ദൈവം നീതിയായി കണക്കിടുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഓടി വരുന്നത് ദൈവം നീതിയായി കണക്കിടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം നീതിയായി കണക്കിടും, നീതിയായി കണക്കിടും. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് പകരം ദൈവത്തിൽ വിശ്വസിക്കുന്നത് ദൈവം നീതിയായി കണക്കിടാൻ പോവുകയാണ്.
പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ട് വരികയും ഹല്ലേലൂയ. നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ എന്ത് ചെയ്യണം? വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം പറഞ്ഞതുപോലെ വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിന്റെ ദൈവം അബ്രഹാമിന് കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങൾ ദൈവത്തോട് കൂടെ നടന്നാൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വൻകാര്യങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങൾ ദൈവത്തോട് കൂടെ നടന്നാൽ, ദൈവത്തിന്റെ ദൂതരുടെ കൂടെ നടന്നാൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. നീ യുദ്ധം ചെയ്യണ്ട, നീ ഒന്നും ചെയ്യണ്ട, നീ മിണ്ടാതെ ദൈവത്തിന്റെ പിന്നാലെ നടന്നാൽ മതി. എന്റെ ദൈവം നിങ്ങൾക്ക് യുദ്ധം ചെയ്യും. ഇന്ന് മകൾക്കാണ് ഞാൻ പറയാം, നിങ്ങളെ ദൈവത്തിന്റെ കാര്യം കഴിക്കുന്നു. നീ ഒറ്റയ്ക്കല്ല നടക്കാൻ പോകുന്നത്, നീ ദൈവത്തോടൊപ്പം നടക്കാൻ പോകുകയാണ്. ഈ നാളിൽ ദൈവത്തോടൊപ്പം നടക്കാൻ പോകുന്നു. ദൈവത്തിന്റെ കാര്യം ആരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയാലും ദൈവം നിങ്ങളെ ഉപേക്ഷിച്ച് പോകത്തില്ല. ദൈവം നിങ്ങളുടെ കൂടെ നടക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളുടെ കൂടെ നടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്കെല്ലാം ഞാൻ പറയാം, നിങ്ങളുടെ കടഭാരം കൂടുമ്പോൾ കൂട്ടുകാർ ഇട്ടിട്ട് പോകും, ബന്ധുക്കൾ ഇട്ടിട്ട് പോകും, അപ്പനമ്മ സഹോദരങ്ങൾ ഇട്ടിട്ട് പോകും, മക്കൾ ഇട്ടിട്ട് പോകും. പക്ഷെ ആരൊക്കെ ഇട്ടിട്ട് പോയാലും നിങ്ങളെ ഇട്ടിട്ട് പോയാലും നിങ്ങളെ കാര്യം പിടിച്ച് നിങ്ങളെ കൂടെ നടക്കുന്ന ഒരു ദൈവം ഇത് മകൾക്കാണ് ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഞാൻ പറയാം, നിങ്ങളുടെ കൂടെ ആര് നടക്കാനില്ലെങ്കിലും, നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആരുമില്ലെങ്കിലും നടക്കാറുണ്ട്. ദൈവത്തോട് കൂടെ നടന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്ഭുതം കണ്ടു. ഹല്ലേലൂയ. മോശ ദൈവത്തോട് കൂടെ നടന്നു. അവൻ അത്ഭുതങ്ങൾ അത് നോകെ പറഞ്ഞു. നോക എന്ത് ചെയ്തു? ദൈവത്തോട് കൂടെ നടന്നു. അതുകൊണ്ടാണ് ദൈവം എന്ത് ഏൽപ്പിച്ചത്? നോകെ എന്ത് ജോലി ഏൽപ്പിച്ച്? പെട്ടകം പണി എന്ന ജോലി അവനെ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക എന്ത് ചെയ്തു? ആ തലമുറ എല്ലാവരും ഭക്ഷണം നിറഞ്ഞവരായി പാപത്തിലും നയച്ചവരും നടന്നപ്പോൾ നോഹ മാത്രം എന്ത് ചെയ്തു? നോഹയുടെ കുടുംബവും ദൈവത്തോട് ചേർന്ന് നടന്നു. ദൈവം നോഹയെ വിളിച്ച് പറയുകയാണ്, ഈ ദേശത്തെ ഞാൻ സകല മനുഷ്യരെ നശിപ്പിക്കുന്നു. ഹല്ലേലൂയ. നീ മാത്രമാണ് തലമുറ നേരോടെ നടക്കുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ പെട്ടകം
രക്ഷിക്കപ്പെടണം. നിന്റെ കുടുംബത്തെ ഞാൻ രക്ഷിക്കാൻ പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ദേശത്തിൽ മഴ പെയ്യിപ്പിച്ച് സകലത്തെ ഞാൻ നശിപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. പക്ഷേ നിന്റെ കുടുംബത്തെ ഞാൻ രക്ഷിക്കും. ഹല്ലേലൂയ. ഇന്ന് പകരക്കാലം ഞാൻ പറയാം, ദൈവത്തോട് ചേർന്ന് നടന്നാ, ദൈവത്തോട് കൂടെ നടന്നാ നിന്റെ കുടുംബത്തെ എന്റെ ദൈവം രക്ഷിച്ചിരിക്കും. ഹല്ലേലൂയ. എത്ര പ്രശ്നങ്ങൾ പ്രതികൂലം വന്നാലും എന്റെ ദൈവത്തിനെ വിട്ടുകൊടുക്കത്തില്ല. നിന്റെ കൂടെ നിന്ന് ദൈവത്തിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഗ ദൈവത്തോട് കൂടെ നിന്നപ്പോൾ ഹല്ലേലൂയ ദൈവത്തോട് പറയുകയാണ്, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് അളവ് കൊടുത്ത് എല്ലാ പെട്ടകെല്ലാം ഉണ്ടാക്കി. ഹല്ലേലൂയ. എന്നിട്ട് ദൈവം യോഗയോട് പറയുകയാണ്, ഹല്ലേലൂയ, നീയും നിന്റെ ഭാര്യ, നിന്റെ പുത്രന്മാരും നിന്റെ മരുമക്കൾ എന്ത് ചെയ്യണം? ഇതിന്റെ അതിന്റെ കയറണം. ഹല്ലേലൂയ. എന്നിട്ട് എല്ലാ മൃഗങ്ങളും പക്ഷികളും എല്ലാവരും എന്ത് ചെയ്യും? ഇതിന്റെ അകത്ത് വന്ന് കയറുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ യോഗ പെട്ടകം ഉണ്ടാക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആൾക്കാർ കളിയാക്കാൻ തുടങ്ങി, ചെയ്യാൻ തുടങ്ങി, വിളിച്ച് പറയാൻ തുടങ്ങി. മാനസാന്തരപ്പെടണം, നിങ്ങളുടെ പാപങ്ങളെ മതിയാക്കണം, മക്കളൊക്കെ മതിയാക്കണം. ആരെങ്കിലും ഇതാ ഇവിടെ മഴ പെയ്യാൻ പോവുകയാണ്, വെള്ളത്താൽ മുക്കാൻ പോവുകയാണ്, വെള്ളത്താൽ നശിക്കാൻ പോകും, എല്ലാ മനുഷ്യരും മരിക്കും, ജീവജനമെല്ലാം മരിക്കും, നിങ്ങള് രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ആരും മൈൻഡ് ചെയ്തില്ല. ആരും മൈൻഡ് ചെയ്തില്ല. യോഗം എന്ത് ചെയ്തു? യോഗം പെട്ടകം പണിതു, യോഗ ദൈവവചനം പ്രസംഗിച്ചു, യോഗ പെട്ടകം പണിതു, യോഗ ദൈവവചനം പ്രസംഗിച്ചു. ആരും മൈൻഡ് ചെയ്തില്ല. ഹല്ലേലൂയ. പെട്ടകത്തിന്റെ പണി പൂർത്തിയായി. ഹല്ലേലൂയ. ഇതാ മഴ പെയ്യാൻ തുടങ്ങി. യോഗയും ഹല്ലേലൂയ യോഗയും എന്റെ ഭാര്യ മക്കളെല്ലാം അകത്ത് കയറി. ഇതാ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ മൃഗങ്ങളെല്ലാം വന്നു. ഹല്ലേലൂയ. എല്ലാ ഇഴജാതികളും ജന്തുക്കളും എല്ലാ വന്യമൃഗങ്ങളെല്ലാം ഒരു പെട്ടകത്തിന്റെ അകത്ത്, എല്ലാ പറമ്പുകളും എല്ലാം എന്ത് ചെയ്തു? ഒരു പെട്ടകത്തിന്റെ അകത്ത് വന്നു കയറി. ഹല്ലേലൂയ. നമ്മുടെ ഏരിയയിൽ വെച്ചിരിക്കുന്നു മഴ പുള്ളിയെ തുടങ്ങി. ഹല്ലേലൂയ. ടെറസിലുള്ള ടെറസിന്റെ മുകളിൽ കയറി. അവർ വിചാരിച്ചു അതോടെ മഴ നിൽക്കും. മഴ നിന്നില്ല. ഹല്ലേലൂയ. ടെറസിന്റെ മുകളിൽ എന്ത് ചെയ്തു? മഴ പെയ്തു, വെള്ളം കയറി. ഹല്ലേലൂയ. അടുത്ത് കുറേ മരത്തിന്റെ മുകളിൽ കയറി. അതിന്റെ മുകളിൽ എന്ത് തുടങ്ങി? വെള്ളം തുടങ്ങി. ഹല്ലേലൂയ. അവിടെ എഴുതി 40 പകലും 40 രാവും മഴ നിന്ന് പെയ്തു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കല്ല ഞാൻ പറയാം, 40 പകലും 40 രാവും മഴ നിന്ന് പെയ്തു. മഴ നിന്ന് പെയ്തു. ഹല്ലേലൂയ. മഴ നിന്ന് പെയ്തു. മഴ നിന്ന് പെയ്തു. ഹല്ലേലൂയ. അവസാനം എന്ത് സംഭവിച്ചു? എല്ലാ ജീവജാലങ്ങളും ചത്തൊടുങ്ങി. ഹല്ലേലൂയ. മഴ പെയ്തു. ഈ പെട്ടകം പൊങ്ങാൻ തുടങ്ങി. ദൈവം എന്ത് ചെയ്തു? വാതിലങ്ങ് അടച്ചു. എല്ലാം പെട്ടെന്ന് വാതിലടച്ചു. ആര്? ദൈവമാണ് അടച്ചത്. ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്തു? പെട്ടകത്തിന്റെ വാതിലടച്ചു. ഹല്ലേലൂയ. അവസാനം ഇത് വെള്ളം പൊങ്ങി മലയുടെ മുകളിലൊക്കെ വെള്ളം കയറിയപ്പോ ഓരോരാൾക്കാർ ഇപ്പോഴാണ് പെട്ടകത്തിൽ വന്ന് കണ്ടിട്ട്, അയ്യോ ലോകയെ തുറക്കണം. ലോകം കൊണ്ട് എനിക്ക് തുറക്കാൻ പറ്റത്തില്ല, ഞാനില്ല, ലോകം വെച്ചത് പിന്നെ ആര്? ദൈവമാണ് അടച്ചത്. ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങൾ ഈ ഇപ്പോൾ നല്ല സമയത്ത് ആരോഗ്യമുള്ളപ്പോ ദൈവത്തോട് കൂടെ നടന്നാൽ നിന്റെ കുടുംബത്തിനോട് ദൈവം കൂടെ ഇരിക്കും. ഹല്ലേലൂയ. നിനക്ക് അത്ഭുതങ്ങൾ ചെയ്ത് നിന്റെ കുടുംബത്തെ രക്ഷിക്കും. ഭൂമിയിൽ വെള്ളം നിറഞ്ഞ് കവിയാൻ തുടങ്ങി. ഹല്ലേലൂയ. സകല മനുഷ്യര് ചത്തു. ഹല്ലേലൂയ. മൃഗങ്ങളെല്ലാം ചത്തു. ആര് രക്ഷപ്പെട്ടു? ദൈവത്തോട് കൂടെ നടന്ന യോഗയും കുടുംബവും രക്ഷപ്പെട്ടു. ആ പെട്ടകത്തിൽ വന്നു കയറിയ സകല മൃഗങ്ങളും ജന്തുക്കളും സർവ്വജാതികളും രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ അത്യുഷ്ണം തുടങ്ങുകയാണ്. ഹല്ലേലൂയ. പുറത്തുനിന്നിറങ്ങി പോകരുതെന്നൊക്കെ ന്യൂസിലൊക്കെ പറയുന്നത്. കാരണം അത്യുഷ്ണമേ ചൂട്, ഈ വർഷം ചൂട് കൂടുതലായിരിക്കും. ഹല്ലേലൂയ. എന്ന് പറയുന്നത് ആയിക്കോല ഫെബ്രുവരി ആയതുകൊണ്ട്. ഹല്ലേലൂയ. കൊണ്ട് മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ ഉണ്ട്. ഹല്ലേലൂയ. ഇതാ ഭയങ്കര ചൂട് തുടങ്ങി. ഞാൻ പറയാം, ക്ഷാമങ്ങൾ വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഭയങ്കരമായ ക്ഷാമങ്ങൾ വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, ഭയങ്കരമായ ക്ഷാമങ്ങൾ വരാൻ പോവുകയാണ്. പലരുടെ അഹങ്കാരങ്ങൾ ദൈവം തീർക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പക്ഷെ ഈ ദൈവത്തോടൊപ്പം നടന്നാൽ ഈ ദൈവം യോഗയെ കുടുംബത്തെ കാത്തതുപോലെ നിങ്ങളുടെ കുടുംബത്തെ എന്റെ ദൈവം കാത്തിരിക്കും. ഹല്ലേലൂയ. എന്റെ ദൈവം നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. ഹല്ലേലൂയ. ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരെ ദൈവം തകർക്കും. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തെ അനുസരിച്ച് ജീവിച്ച യോഗയെ കുടുംബത്തെ ദൈവ സംരക്ഷണ ചെയ്തു. വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടും തന്റെ മക്കളെ പെട്ടകം ഉണ്ടാക്കി പെട്ടകത്തിന്റെ അകത്ത് കയറ്റി. ഹല്ലേലൂയ. നമ്മുടെ ദൈവ സംരക്ഷണ ചെയ്തു. ഹല്ലേലൂയ. ആദ്യമായിട്ട് കപ്പലുണ്ടാക്കിയത്
നോഹയാണ്. ഹല്ലേലൂയ. ആദ്യമായിട്ട് കപ്പലുണ്ടാക്കിയത് നോഹയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ആദ്യമായിട്ട് കപ്പൽ ഉണ്ടാക്കിയത് നോഹയാണ്. കപ്പൽ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം അവരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. അതിന്റെ അളവെല്ലാം കൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവരെ കൊണ്ട് കപ്പൽ പണിയിപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, വെള്ളം ലോകം മുഴുവൻ വെള്ളത്തിൽ നിറഞ്ഞിട്ട് തന്റെ മക്കൾ ആ വെള്ളത്തിന്റെ മുകളിലൂടെ ദൈവം എന്ത് ചെയ്തു? നടത്തിച്ചു. ഹല്ലേലൂയ. അതിന്റെ പുറത്തുകൂടെ ജയാളിയായി കപ്പലിൽ ലോകയെ കുടുംബം എന്ത് ചെയ്തു? ജയാളിയായി നീന്തിപ്പോയി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങൾ ദൈവത്തോട് കൂടെ നടന്നാൽ അവനെ ജയാളിയായി നടത്തും. ഹല്ലേലൂയ. എത്ര വെള്ളം വരട്ടെ, എല്ലാ പ്രതികൂലങ്ങൾ വരട്ടെ, എത്ര തീച്ചുള്ളവർക്ക് അവിടെയെല്ലാം എന്റെ ദൈവം നിങ്ങളെ ജയാളിയായി നടത്തും. മനസ്സിലാകുന്നു? ഒരൊറ്റ കാര്യം, ദൈവം പറയുന്നത് കേട്ട് നിങ്ങൾ ദൈവത്തോട് കൂടെ നടന്ന, ഹല്ലേലൂയ, നിങ്ങൾ നീതിയോടെ നിഷ്കളങ്കരായ ദൈവത്തിന്റെ കൂടെ നടന്നാൽ ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ആരില്ലെങ്കിൽ, ആരിട്ടിട്ട് പോയാൽ ദൈവം കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അതിനാണെങ്കിൽ കലയോട് പറ, ആരില്ലെങ്കിൽ, ആരിട്ടിട്ട് പോയാൽ ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവം കൂടെയുണ്ട്. ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവം കൂടെയുണ്ട്. ഈ അമ്മയ്ക്ക് കൈ പൈസ ആര് സൗഖ്യമാക്കി? യേശു സൗഖ്യമാക്കി. ഹല്ലേലൂയ. നമ്മുടെ യേശു സൗഖ്യമാക്കി. ധാരാളം പൈസ ഉള്ളവർ ഇന്നും ആശുപത്രി കിടപ്പുണ്ട്, സൗഖ്യം വരാതെ എഴുതി നടക്കാൻ കഴിയാതെ ഇന്നും എവിടെ കിടപ്പുണ്ട്? ആശുപത്രി കിടപ്പുണ്ട്. പക്ഷേ അമ്മ എന്ത് ചെയ്തു? ദൈവത്തെ വിളിച്ചതുകൊണ്ട് ഇത് ഓടി പ്രാർത്ഥനയ്ക്ക് വന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, യേശു പ്രാർത്ഥനയ്ക്ക് ഓടി വന്ന് വെറുതെ ആവുന്നില്ല. ദൈവം നീതിയായിട്ട് കിടക്കിടാൻ പോവുകയാണ്. ഓടി വന്നത് ദൈവം നീതിയായിട്ട് കിടക്കിടാൻ പോവുകയാണ്. ഇത് പ്രാർത്ഥനയ്ക്ക് ഓടി വന്നത് ദൈവത്തെ അന്വേഷിച്ച് ഈ പ്രാർത്ഥനയ്ക്ക് ഓടി വന്നത് ദൈവം നീതിയായിട്ട് കിടക്കിടാൻ പോവുകയാണ്. അബ്രഹാമിന് ദൈവം ഇസാക്കിനെ കൊടുത്തതുപോലെ നിങ്ങൾക്കൊരു ദൈവം മകൾക്ക് ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കാൻ തയ്യാറാണ്. ദൈവം മോശയോട് കൂടെ നടന്നു. അവന് വേണ്ടതെല്ലാം ദൈവത്തെ ചെയ്തു കൊടുത്തു. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, ഹല്ലേലൂയ, അവന്റെ വാക്ക് സത്യമെടുക്കട്ടെ. ഞാനിന്ന് നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. നിങ്ങളെ ആരെങ്കിലും വഴക്ക് പറയാൻ വന്നാൽ നിങ്ങൾ തിരിച്ചെറിയാൻ പാടില്ല, വഴക്ക് പറയാൻ പോണ്ട. നിങ്ങൾ ഒന്ന് തിരിച്ചാൽ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ നടക്കുന്ന സ്വർഗ്ഗത്തിലെ ദൂതന്മാരുണ്ട്. അവർ എന്ത് ചെയ്യും? മറുപടി പറയും. അവർ മറുപടി പറയും. നിങ്ങൾ പറയുന്നത് കേട്ടോ? ഹല്ലേലൂയ. നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. എന്റെ ദൂതൻ നിനക്ക് മുമ്പായി നടന്ന് നിന്നെ അമോര്യർ, ഹിത്യർ, പെരിസ്യർ, കനാന്യർ, ഹിത്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ജാതിക്കാരുടെ ദേശത്തേക്ക് എന്ത് ചെയ്യും? ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. ഹല്ലേലൂയ. നിങ്ങളുടെ സ്വന്തം ദേശത്തല്ല, നിങ്ങൾ അധ്വാനിക്കുന്ന സ്ഥലത്തേക്ക്, ദേശക്കാരുടെ ജാതിക്കാരുടെ നടുവിലേക്ക് എന്ത് ചെയ്യും? ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. ഹല്ലേലൂയ. അടുത്ത് പറയുന്നു, ഞാൻ അവരെ നിർമൂലമാക്കും. എന്ത് ചെയ്യും? ദൈവം നിർമൂലമാക്കിയിട്ട് ദൈവം നിങ്ങളെ ജയാളിയാക്കി മാറ്റും. നിങ്ങളെ തലമുറകളെ ഹല്ലേലൂയ ദൈവം ജയാളിയാക്കി മാറ്റും. ഹല്ലേലൂയ. അടുത്ത് പറയാണ്, ഹല്ലേലൂയ, ഞാൻ അവരുടെ ദേവന്മാരെ നമസ്കരിക്കരുത്, അവയെ സേവിക്കരുത്, അവരുടെ പ്രവർത്തികൾ പോലെ പ്രവർത്തിക്കരുത്, അവരെ അശേഷം നശിപ്പിച്ച് അവരുടെ വിഗ്രഹങ്ങളെ തകർത്ത് കളയണം. ഹല്ലേലൂയ. ഞാൻ പറയാം, ഒരു വിഗ്രഹത്തിന് സേവിക്കാൻ പോകരുത്, ഒന്നിനും കുപ്പിടാൻ പോകരുത്. ഞാൻ പറഞ്ഞ കാര്യം, ഓടിയിരിക്കുന്ന യേശു അല്ല നമ്മുടെ യേശു. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമാണ് നമ്മുടെ യേശു. ഹല്ലേലൂയ. ലോക ദൈവത്തോട് കൂടെ നടന്നു, അബ്രഹാം ദൈവത്തോട് കൂടെ നടന്നു, മോശ ദൈവത്തോട് കൂടെ നടന്നു, യോശുവ ദൈവത്തോട് കൂടെ നടന്നു, ശിംശോൻ ദൈവത്തോട് കൂടെ നടന്നു. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് കൂടെ നടക്കണം. നമ്മുടെ കൂടെ നടക്കുന്ന യേശുണ്ട്. പഴയ ഭക്തന്മാർ ദൈവത്തോട് കൂടെ നടന്നെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ മക്കളെ നമുക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ പറ്റും. ഹല്ലേലൂയ. മറ്റുള്ളവർ നോക്കാൻ നിങ്ങൾ നോക്കരുത്.
ഞാൻ പറയാം, എനിക്ക് നിങ്ങൾക്ക് ഒരു വിശേഷത വേണം. മോശയുടെ പറഞ്ഞു, നീ നിന്റെ ജനവും ഈ ഭൂമിയിലുള്ള സകല ജനങ്ങളിൽ വെച്ച് വിശേഷത ഉള്ളവരാണ്. കാരണം എന്താണ്? ദൈവം അവരുടെ കൂടെ നടന്നത് കൊണ്ട് അവരെ ദൈവം വിശേഷത ഉള്ളവരാക്കി മാറ്റി. നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കാൻ തയ്യാറായാൽ എന്റെ ദൈവം നിങ്ങളെ വിശേഷത ഉള്ളവരാക്കി മാറ്റും. മറ്റുള്ളവർ തകർക്കാൻ നിൽക്കുമ്പോൾ, മുടിക്കാൻ നിൽക്കുമ്പോൾ, നിങ്ങൾ മരണം കാണാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി നടന്ന് അവരെ തകർക്കും. ആരെയും മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ ഒരു ദൈവം വിട്ടുകൊടുക്കത്തില്ല, ഒരു മന്ത്രവാദിക്ക് വിട്ടുകൊടുക്കത്തില്ല, ഒരു ആഭിചാരകനും ദൈവം നിങ്ങളെ വിട്ടുകൊടുക്കത്തില്ല, ഒരു ശത്രുവിനും ദൈവം നിങ്ങളെ വിട്ടുകൊടുക്കത്തില്ല. കാരണം ദൈവമാണ് നിങ്ങൾക്ക് മുമ്പായി നടക്കുന്നത്. ഹല്ലേലൂയ. ഒരു മനുഷ്യനല്ല നിങ്ങളുടെ മുമ്പായി നടക്കുന്നത്, എന്റെ ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? ഈ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? ഈ ദൈവം നിങ്ങളുടെ മുമ്പായി നടക്കുകയാണ്. സ്വർഗ്ഗത്തിലെ ദൂതന്മാർ നിങ്ങളുടെ മുമ്പായി നടക്കുകയാണ്. ഇന്ന് മക്കൾക്കറിയാം, എത്ര പേർ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നത്, കർത്താവേ എനിക്ക് നീതിമാനായി നടക്കണം, ഹല്ലേലൂയ, എനിക്ക് നിഷ്കളങ്കനായി നടക്കണം, എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം, ഹല്ലേലൂയ, എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം അപ്പാ, എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം, എനിക്ക് ഒറ്റയ്ക്ക് നടന്നത് മതിയപ്പ, എനിക്ക് എന്റെ ഇഷ്ടപ്രകാരം നടന്നത് മതി അപ്പാ, എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം, അങ്ങയുടെ കൂടെ നടക്കണം, എനിക്ക് ദൈവത്തോട് കൂടെ നടക്കണം. ഇന്ന് മക്കൾക്കറിയാം, ഞാൻ പറയാം, ആ ദൈവത്തിന്റെ ഭയങ്കര മകത്തോട് ചലിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, പറഞ്ഞ ഒറ്റയ്ക്കല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ എന്റെ ദൈവമുണ്ട്. ഇന്ന് മുതൽ ഞാൻ പറയാം, 24 മണിക്കൂറും ഈ ദൈവത്തോട് കൂടെ നിങ്ങൾ നടക്കണം. ഹല്ലേലൂയ. 24 മണിക്കൂറും ഈ ദൈവത്തെ നിങ്ങൾ കൂട്ടുകാരനായിട്ട് കാണണം. ഹല്ലേലൂയ. സഹോദരങ്ങളെ, താല്പര്യമുണ്ട്, എത്ര പേർ ആഗ്രഹിക്കുന്നത് എനിക്ക് 24 മണിക്കൂർ ദൈവത്തോട് കൂടെ നടക്കണം. ഹല്ലേലൂയ. എനിക്ക് ദൂതന്മാരുടെ കൂടെ നടക്കണം. യേശുവേ, എനിക്ക് എപ്പോൾ നിന്റെ കൂടെ നടക്കണം. ഞാൻ പറയാം, നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കാൻ തുടങ്ങിക്ക് നിങ്ങളുടെ ജീവിതങ്ങൾ മാറാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറാൻ തുടങ്ങും, നിങ്ങളുടെ പ്രതികൂലങ്ങൾ മാറാൻ തുടങ്ങും. എന്ന് മക്കൾക്ക് ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആരൊക്കെ പ്രശ്നമായിട്ട് വന്നാലും, ആരൊക്കെ പ്രതികൂലമായിട്ട് വന്നാലും, ഇന്ന് പകൽക്കാലം ദൈവം ഇറങ്ങി അതിനെ നേരിട്ടോ. ഹല്ലേലൂയ. ധൈര്യമായിട്ട് മുമ്പിലോട്ട് പോയാൽ മതി. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. ഈ ദൈവത്തിന് ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കുക. ഹല്ലേലൂയ. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകും. ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. ഇന്ന് പകൽക്കാലം വിളിച്ചു പറ, കർത്താവേ എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം. ഹല്ലേലൂയ. കർത്താവേ എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം, കൂടെ നടക്കണം. ഹല്ലേലൂയ. നടന്നുപോലെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവൻ ദൈവത്തെ കാണാൻ. ഹല്ലേലൂയ. അടുത്ത ഈ പുറപ്പാടിന്റെ പുസ്തകം 24-ാം അധ്യായം വായിക്കുമ്പോൾ അവരെ കാണാൻ കഴിയുന്ന കാര്യം. ഹല്ലേലൂയ. അവർ പിന്നെയും മോശയുടെ നീയും അഹരോനും നാദാബും അബീഹൂദും ഇസ്രായേൽ കുടുംബം 70 പേര് യഹോവയുടെ അടുക്കൽ കയറി വന്ന് നമസ്കരിച്ചു. ഹല്ലേലൂയ. ഇത് മക്കൾക്കാരിതാ, നേരത്തെ മോശ മാത്രമേ ദൈവത്തെ കണ്ടുള്ളൂ. ഹല്ലേലൂയ. അടുത്ത ഘട്ടത്തിലേക്ക് ദൈവത്തെ കയറ്റുകയാണ്. മോശ കഴിഞ്ഞ് അവരോടും എല്ലാവരും ചേർന്ന് 70 പേരുടെ മുമ്പിൽ ദൈവം കാണിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. 70 പേരെ ദൈവം ഇറങ്ങി വന്ന് ദൈവം സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവം അവർക്ക് തന്നെത്താനെ കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. എത്ര പേർക്ക്? 70 പേർക്ക്. ഹല്ലേലൂയ. നേരത്തെ മോശ ഒറ്റയ്ക്കാണ് അവർ കണ്ടത്. ഇപ്പോഴിതാ അടുത്ത 70 പേർ കൂടെ എന്ത് ചെയ്യണം? ദൈവം തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഈ മക്കൾക്കാരെ ഞാൻ പറയും, മോശയ്ക്ക് മാത്രമല്ല, ആരൊക്കെ ആത്മാർത്ഥമായി ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നോ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റും. ഹല്ലേലൂയ. മോശയുടെ കൂടെയുള്ള 70 പേർ അവർ ആഗ്രഹിച്ച്, കർത്താവേ ഇപ്പൊ മോശ കാണുന്നത് പോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദൈവത്തെ കാണണം, എന്നിട്ട് ദൈവത്തോട് സംസാരിക്കണം. ഹല്ലേലൂയ. ആ 70 പേർ പറഞ്ഞു. ഹല്ലേലൂയ. ആ 70 പേർ പറഞ്ഞു. ഹല്ലേലൂയ. ആ 70 പേർ പറഞ്ഞു, ഞങ്ങൾക്ക് മോശ ദൈവത്തോട് കൂടെ ഇരിക്കുന്നത് പോലെ, മോശ ദൈവത്തെ കാണുന്നത് പോലെ, മോശ ദൈവത്തോട് സംസാരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ദൈവത്തെ കാണണം, ദൈവത്തോട് കൂടെ നടക്കണം, ദൈവത്തോട് സംസാരിക്കണം. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്ക് നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നോ അവരുടെ പേര് ദൈവം ഇറങ്ങി അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇതിനകത്ത് വ്യാപരിക്കുന്നു. ഈ ഭാഗത്ത് ഈ വിവരണം വായിക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. 24-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ
അവന്റെ പാദങ്ങൾക്ക് കീഴിൽ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയും ആയിരുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ പ്രമാണികൾക്ക് തൃക്കൈയാൽ ഒന്നും ഭവിച്ചില്ല. അവർ ദൈവത്തെ കണ്ട് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ഹല്ലേലൂയ. പറയുന്നത് കേട്ടോ, അവർ ദൈവത്തെ കണ്ടു. ഹല്ലേലൂയ. മോശ മാത്രമല്ല ദൈവത്തെ കണ്ടത്, അവനോട് കൂടെയുള്ള 70 മക്കൾ ദൈവത്തെ കണ്ടു. അവനോടൊപ്പം ഇത് ഭാര്യ ഭക്ഷണങ്ങൾ കഴിച്ചു. ദൈവത്തിന്റെ ഭക്തരെ കണ്ടുകൊണ്ടിരുന്നത് അടുത്ത ഇത്രയും മക്കൾ പ്രധാനികളെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് ദൈവത്തെ കാണുക. അവരെ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ. അവരും ദൈവം അവർക്ക് പ്രത്യക്ഷമായി അവർക്ക് ദൈവത്തെ കണ്ടു. അവർക്ക് ദൈവത്തെ കണ്ടു. അവർ ദൈവത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ദൈവത്തോടൊപ്പം ഇരിക്കണോ? ദൈവത്തോടൊപ്പം ഇരിക്കണോ? ദൈവത്തോടൊപ്പം നടക്കണോ? ദൈവത്തെ കാണണോ? ദൈവത്തോട് സംസാരിക്കണോ? ദൈവത്തോടൊപ്പം ഭക്ഷണപാനീയങ്ങൾ കഴിക്കണോ? അത് സംഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നു? സമ്പത്ത് ആഗ്രഹിക്കുന്നത്, നമ്മള് സമ്പത്ത് ആഗ്രഹിക്കും, കാർ ആഗ്രഹിക്കും, വീട് ആഗ്രഹിക്കും, ഒക്കെ ആഗ്രഹിക്കും. ഞാൻ പറയാം, ഈ ആദ്യം ആഗ്രഹിക്കുന്നത് ദൈവത്തെയാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പ എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ അപ്പ എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഹല്ലേലൂയ. എനിക്ക് നിന്റെ കരം പിടിച്ച് നടക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ആദാമിന്റെ ഹവ്വയുടെ അടുക്കൽ എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് അവരുടെ കരം പിടിച്ച് നടന്നതുപോലെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും തോട്ടത്തിൽ ദൈവം ഇറങ്ങി വന്ന് ആദാമിന്റെ ഹവ്വയോടൊപ്പം എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ദൈവം ഏതെങ്കിലും ഇറങ്ങി വരും തന്റെ മക്കളുടെ കാര്യം പിടിച്ചവർ നടന്നതുപോലെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ദൈവം 24 മണിക്കൂർ നിന്നോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പനെ കാറ് വേണം, വീട് വേണം, അത് വേണം, ഇത് വേണം, എല്ലാം പ്രാർത്ഥനയെ മാറ്റി വെച്ച് ഇന്ന് മുതൽ പ്രാർത്ഥിക്കാം. അപ്പ എനിക്ക് നിന്നെ കാണണം, നിന്നോട് ഒപ്പം എനിക്ക് നടക്കണം, നിന്റെ കരം പിടിച്ച് നടക്കണം. നീ ആദാമിന്റെ ഹവ്വയുടെ കരം പിടിച്ച് നടത്തുന്ന പോലെ എനിക്ക് നിന്റെ കരം പിടിച്ച് നടക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളുടെ കൂടെ നടക്കാൻ തുടങ്ങിയാൽ നീ ആഗ്രഹിക്കുന്നതെല്ലാം നിന്റെ കണ്ണിൽ നിന്ന് വെളിപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം മടക്കിക്കൊണ്ടു തരും. ഹല്ലേലൂയ. നിനക്ക് ഇല്ലാതെല്ലാം ദൈവം തരും. നിങ്ങൾ ഏറ്റവും സവിശേഷതയുള്ളവരാക്കി എന്റെ ദൈവം നിങ്ങളെ മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. 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 ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇതിനെ ചലിക്കുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇതിനെ ചലിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാം മുന്നോട്ട് ഞാൻ പറയാം, ദൈവത്തെ കണ്ടു, ദൈവത്തെ കണ്ടു. ഹല്ലേലൂയ. അവർക്കൊന്നും സംഭവിച്ചില്ല. ഹല്ലേലൂയ. അവർ ദൈവത്തോടൊപ്പം ഇരുന്നു. മോശയെ പോലെ അവർ ദൈവത്തോടൊപ്പം ഇരുന്നു. അവർ ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകലിക്കാൻ നീ തയ്യാറാണോ? നീ റെഡിയാണോ? ദൈവത്തോടൊപ്പം നടക്കാം, ദൈവത്തോടൊപ്പം ഇരിക്കാൻ നീ റെഡിയാണോ? ഇന്ന് പകലിക്കാൻ ദൈവത്തോടൊപ്പം ഇരുന്ന ഒരു പിശാചിനെ തൊടാൻ പറ്റത്തില്ല. നിന്റെ മക്കളെ ഒരു പിശാച് തൊടാൻ പറ്റത്തില്ല. നിന്റെ ഭവനത്തെ ഒരു പിശാച് തൊടാൻ പറ്റത്തില്ല. ദൈവത്തോട് കൂടെ നടന്ന ഇയ്യോബിനെ തൊടാൻ ഒരു പിശാചിനെ കൊണ്ട് പറ്റിയില്ല.
വരയില്ല എന്ന് മകൾക്കത് ഞാൻ പറയാം. ദുർബൽ ഇറങ്ങി നിൽപ്പുണ്ട്. ഇന്ന് മകൾക്കത് ദൈവത്തിന് ഭയങ്കര ഗ്ലോറിയുള്ള ഒരു വ്യാപരിക്കുകയാണ്. പിശാച് എത്ര തന്നെ തകർക്കാൻ നോക്കിയാലും നീ തകർന്നു പോകത്തില്ല. പിശാച് എത്ര തന്നെ ഒതുക്കാൻ നോക്കിയാലും നീ ഒതുങ്ങി പോകത്തില്ല. കാരണം നിന്റെ കൂടെ നടക്കുന്നവൻ പിശാചിന്റെ തലയെ തകർത്തവനാണ്. ഹല്ലേലൂയ. ഇന്ന് മകൾക്കത് സകല ബന്ധനങ്ങളെ അഴിച്ചു മാറ്റുകയാണ്. സകല മന്ത്രവാദത്തിൽ അഴിയുന്നു. ആവിചാരങ്ങളെ കത്തുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുന്നു. അനുഗ്രഹിക്കുകയാണ്. എല്ലാം കേൾക്കാം. എല്ലാം കേൾക്കാം. എല്ലാം കേൾക്കാം. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുന്നു. മക്കൾ എല്ലാം കേൾക്കുന്നില്ല. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എത്ര പേര് ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. എത്ര പേർ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നു? പ്രിയരെപ്പോൾ സുന്ദരനാരെയും ഞാൻ ഉരകി കാണുന്നില്ല, വേലാലും ഞാൻ കാണുകയില്ല. പ്രിയരെപ്പോൾ സുന്ദരനാരെയും ഞാൻ ഉരകി കാണുന്നില്ല, വേലാലും ഞാൻ കാണുകയില്ല.
ബോധന സ്വർഗ്ഗത്തിൽ ഇറങ്ങി നിന്ന് ബോധന കടപ്പെടുകയാണ്. ഭയങ്കരമായ യേശുവിന്റെ നാമത്തിൽ ഇത് പകൽക്കാലം ഞാനോട് പറയാം. യേശുവിന്റെ ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. മോശെ ദൈവത്തോട് കൂടെ നടന്നപ്പോൾ അവനെ അവന്റെ ജനത്തിൽ ഏറ്റവും അനുഗ്രഹിക്കുന്നത് പോലെ അബ്രഹാം ദൈവത്തോട് കൂടെ നടന്നു അവനെ അനുഗ്രഹിച്ചത് പോലെ ബാക്കിയുള്ള പദ്ധതി ദൈവം കൊടുത്തത് പോലെ പകൽക്കാലം ദൈവത്തോട് കൂടെ നടന്ന നോഹയെ അനുഗ്രഹിച്ചത് പോലെ സ്വന്തം ഒരു കപ്പൽ കൊടുത്തത് പോലെ ഇന്ന് പകൽക്കാലം എന്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടുന്നു. ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വ്യാപരിക്കുകയാണ്. കർത്താവെ ഞാൻ ഇവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ അപ്പാ നീയുടെ കൂടെ നടക്കണമേ, എല്ലാവരുടെ കൂടെ നടക്കണമേ അപ്പ. 24 മണിക്കൂർ അപ്പാ നീ അവരുടെ കൂടെ നടക്കണമേ. യേശുവിന്റെ കൂടെ നടക്കണം അപ്പാ, നീയുടെ കൂടെ നടക്കണം. യേശുവിന്റെ നാമത്തിൽ ബോധന ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ബോധന സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും ചെയ്യണം. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടും. യേശുവിന്റെ രക്തങ്ങളിൽ ഞാൻ ഉപയോഗിക്കും. യേശുവിന്റെ കൃപ